നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുണ്ടല്ലോ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ വീഡിയോ കാണിക്കുന്നത്. ഞാൻ ഈ ബ്ലൗസ് വാങ്ങിക്കാൻ പോകുന്നതിന് മുന്നേ ആദ്യമേ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ദയവായിട്ടൊന്ന് കേട്ടിട്ടേ നിങ്ങൾ വാങ്ങിക്കാവുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ ബ്ലൗസ് നമ്മൾ മടുത്തുപോയി മറുപടി പറഞ്ഞ് ഞാൻ വ്യക്തമായിട്ട് ആ വീഡിയോ പറയുന്നുണ്ട്. 4 ദിവസം കഴിഞ്ഞ്, അതായത് ഫ്രൈഡേയിലെ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ, 4 ദിവസം പിറ്റേ ദിവസം ചെയ്യത്തില്ല എന്നെല്ലാം പറഞ്ഞു. എന്നിട്ടും 10 ദിവസമായി, 5 ദിവസമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ആൾക്കാർ. എന്നിട്ട് നിങ്ങളുടെ ബുക്കിംഗ് ടൈം അനുസരിച്ച് വീണ്ടും 4 ദിവസം പോകും. നിങ്ങൾ എന്നാണോ ബുക്ക് ചെയ്യുന്നത് അതനുസരിച്ച് 4 ദിവസം മുന്നോട്ട് പോകുന്ന പറഞ്ഞേ. അതിന്റെ പിറ്റേ ദിവസം ഇൻഡിപെൻഡൻസ് ഡേയാ, പിന്നെ സൺഡേയാ, ഇതൊന്നും പോകത്തില്ല. തിങ്കളാഴ്ച ഇന്നലെയൊക്കെ അങ്ങോട്ട് ഒരു രക്ഷയില്ല. നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റത്തില്ലാത്ത രീതിക്ക് എന്റെ ബ്ലൗസ് കൊണ്ട് അതിനെ കാണാനുള്ള ആകാംക്ഷ കൊണ്ടായിരിക്കും. ഓണമൊക്കെ അല്ലേ, അതിന്റെ ഇതായിരിക്കും. പക്ഷെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാ തരുന്നത്. ഈ ബ്ലൗസും നിങ്ങൾ ബുക്ക് ചെയ്ത് ഇന്നിപ്പോ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഡെസ്പാച്ച് 4 ദിവസം കഴിഞ്ഞ്, അതായത് വ്യാഴം, വെള്ളി, ശനി, തിങ്കളാഴ്ച ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇനി അതുപോലെ എമർജൻസി ആണെങ്കിൽ ഞങ്ങൾ ശ്രമിക്കാം എന്നേ പറയുള്ളൂ, ഉറപ്പ് പറയത്തില്ല. അങ്ങനെയുള്ളവർ മാത്രമേ ഇത് എടുക്കാവുള്ളൂ. ഓണത്തിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ബ്ലൗസ് എന്ന് പറയുന്നില്ല. ഇതെപ്പോൾ വേണേലും ഇടാം. നമ്മുടെ പോച്ചമ്പള്ളി ഡിസൈനിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ചിക്കൻകാരിയുടെ പോച്ചമ്പള്ളിയുടെ ബ്ലൗസ് കണ്ടോ. ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടത്, ഇതിങ്ങനെ സ്കിൻ ഫിറ്റ് ബ്ലൗസ് ആണോ ഇങ്ങനത്തെ ബ്ലൗസ് ആണോ ഒന്നും തോന്നില്ല. നോർമൽ നമ്മൾ സാധാരണ സാരികൾക്കൊക്കെ വിത്ത് ബ്ലൗസ് ആയിട്ട് തയ്ച്ചിടുന്ന ബ്ലൗസ് ആണെന്ന് മാത്രമേ തോന്നത്തുള്ളൂ. പിന്നെ ഇതിന്റെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് 3XL വരെ ഉള്ളവർക്ക് ഉപയോഗിക്കാം. ഓരോരുത്തർക്കും ഇത് ഫ്രീ സൈസ് ആണ്. ഓരോരുത്തർക്കും ഉള്ള സൈസസ് ഇല്ല. ML, XL, XXL ഇങ്ങനെ സൈസസ് ഇല്ല. ഒറ്റ സൈസേ ഉള്ളൂ. ഇതിപ്പം നമ്മൾ കുർത്തി വാങ്ങിക്കുന്ന പോലെ, കുർത്തി വാങ്ങിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൈസ് തന്നെയാണ് വാങ്ങിക്കുന്നത്, ഓക്കെ. പക്ഷെ ഇതിന് ജസ്റ്റ് ഒന്ന് സൈഡ് ഇവിടെ മാത്രം ഒന്ന് അടിച്ചു കൊടുത്തേച്ചാൽ മാത്രം മതി. നിങ്ങളുടെ സൈസ് ഞാൻ കഴിഞ്ഞ ഇച്ചിരി ലൂസ് ആണെന്ന് തോന്നുവാണ്. 3XL മേളിൽ 3XL വരെയുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന രീതിക്കാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് നല്ല ഇൻഡിഗോ കളർ, നല്ല രസമാണ് ബ്ലൗസ്. ഞാൻ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ വാങ്ങിച്ചോ. എത്ര എണ്ണം വാങ്ങിച്ചാലും നഷ്ടം എന്ന് പറയത്തില്ല. പക്ഷെ ഓവർ സ്റ്റോക്ക് ഇല്ല. എന്നാൽ പോലും ഞാൻ പറയുകയാണ്, നമ്മുടെ ഡെയിലി യൂസിന് ഒത്തിരി നല്ലതാണ്. നല്ലൊരു ഭംഗി ലുക്കും കിട്ടുന്ന ഒരു സൈസ് മെറ്റീരിയലുമാണ്. കണ്ടാലും നല്ല ഭംഗിയാണ്. പോച്ചമ്പള്ളി അല്ലെങ്കിൽ ഇക്കത്ത് ഡിസൈനുമാണ്. അടുത്തത് ഇതൊക്കെ എനിക്കറിയാം. സെറ്റ് മുണ്ടിനൊക്കെ നല്ല ഭംഗിയാണ്, കേരള സാരിക്കൊക്കെ നല്ല ഭംഗിയാണ് എനിക്കറിയാം. പക്ഷെ എന്താ പറയുക, അതിന് മുന്നേ എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ മാക്സിമം ശ്രമിക്കും. ഞാൻ 4 ദിവസം എന്ന് പറഞ്ഞാലും അതിന് മുന്നേ ഡെസ്പാച്ച് ചെയ്യാൻ ശ്രമിക്കും. നാളെ കഴിഞ്ഞ തൊട്ട് തന്നെ ഡെസ്പാച്ച് തുടങ്ങും. എന്നാലും നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യമല്ല. ഇപ്പൊ ഈ ഓണക്കാലമായതുകൊണ്ടുണ്ടല്ലോ, കൊറിയർ എല്ലാം ഭയങ്കര റഷാണ്, തിരക്ക് കൂടുതലാ. അപ്പൊ അവര് ഡിലേ വരുത്തുന്ന, ഞങ്ങൾ ഇവിടുന്ന് അയച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ അടുത്ത് ഡിലേ വന്നാലും നിങ്ങൾക്ക് കിട്ടാൻ വൈകും. ഇത് അടുത്ത ഡിസൈൻ ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡ്, നല്ല പോച്ചമ്പള്ളി ഡിസൈൻ അല്ലേ. നല്ല എന്താ പറയുക, ഇതിന് ചേരുന്ന സാരികൾ കേരള സാരി എന്നോർത്ത് എത്ര ഭംഗിയായിരിക്കും. നല്ല ലുക്കായി. എന്നും ഒരു പോച്ചമ്പള്ളിക്കും ഇക്കത്തിനും ഒക്കെ രണ്ടും ഒന്നാണ്. ഒരു പുതുമ ഒരിക്കലും മാറുകയില്ലാത്ത ഒരു ഡിസൈൻ ആണല്ലോ, അല്ലേ. പിന്നെ കലങ്കാരി, ഇതിന്റെ ഫ്രണ്ടിൽ വരുന്ന പ്രിൻസസ് കട്ട്. ഞാനിത് എന്നാന്നറിയാം, ഇത് എല്ലാവരും എല്ലാം വാങ്ങിക്കുന്നോർത്ത് ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയാത്തത്. എല്ലാവർക്കും അറിയാമല്ലോ എന്നോർത്ത്. ഇത് ഫ്രണ്ട് ഓപ്പണും ബാക്ക് ഓപ്പണും ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം ഒന്ന് വാങ്ങിച്ചിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് എത്ര കംഫർട്ടാണ് ഈ ബ്ലൗസ്, എത്ര പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണെന്ന്. കഴുത്ത് കയറി കിടക്കുവോ, കഴുത്തിറങ്ങി കിടക്കുവോ, ഇങ്ങനെയുള്ള സംശയങ്ങളൊന്നും വേണ്ട. എല്ലാം കറക്റ്റ് ആയിട്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഓവറായിട്ട് കുറച്ച് കഴുത്തൊക്കെ സ്റ്റൈലായിട്ട് വെട്ടി ഒത്തിരി ഒന്നും ഇറക്കുന്നതാണെങ്കിൽ അത്ര വരത്തില്ല. ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിക്ക് വരും. കുറഞ്ഞും പോകത്തോട്ട് തീരെ കുറവാന്ന് പറയത്തില്ല, അങ്ങനെ ഒരു രീതിക്ക്. അടുത്ത ഡിസൈൻ ഇത് മെറൂൺ കളറേ. ഞാൻ ഇച്ചിരി എനിക്ക് ഇച്ചിരി സ്പീഡ് കൂടുതലായിരുന്നു. ഇനി ബാക്കി ഒരു 4-5 വീഡിയോ എടുത്ത് തീർക്കാനുണ്ട്. ഇതാ വൈറ്റേല് ഇതുള്ള നല്ല ഡിസൈൻ. സൂം ചെയ്ത് നല്ല രസം കേട്ടോ. ഇതിന് എത്ര സാരിക്ക് പറ്റുമെന്ന് അറിയാവോ? എന്നുകൊണ്ട് ഇത് തന്നെ ചോദിക്കില്ലേ. പിന്നെ ഇനി ഒരു ഫംഗ്ഷനായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ബ്ലൗസ്. ഇതൊക്കെ നേരത്തെ എന്നെ കാണിക്കാഞ്ഞേ എന്നോട് ചോദിക്കും. ഞാനിത് കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഷോപ്പിലെ പെമ്പിള്ളാർ ചോദിച്ചത്, എൻ്റെ പൊന്നെ ഇതൊക്കെ നേരത്തെ എന്നെ കൊണ്ടുവരാഞ്ഞേ, ഓണത്തിന് കൊടുക്കണം. ഞാൻ പറയും ഓണം ആയില്ലല്ലോ എന്ന് പറയും. ഞാൻ തിരിച്ചു പോരും. നല്ല രസമാണ്. ഇത് സൂം ചെയ്ത് കാണിച്ചാൽ ഇത്തേ കൂടെ ഇങ്ങനെ ഒരു പിൻഡെക്സ് പോലെ ഒരു ഇത് പോകുന്നുണ്ട്. ഇതിങ്ങനെ പീച്ചും ഒരു ഡാർക്ക് പിസ്ത ഗ്രീനും കളറിലുള്ള ഒരു ഡിസൈനും പോകുന്നുണ്ട്. ഇതും എല്ലാം അപ് ടു 3XL ആണ്. അതിന്റെ തന്നെ ബ്ലാക്ക് നല്ല രസം കേട്ടോ, നല്ല ജെറ്റ് ബ്ലാക്ക്. പിന്നെ ഇതിന്റെ കളർ ഇളകുമോ, ഇതിന്റെ ഈ ഗിൽറ്റ് അല്ലെങ്കിൽ ഗിൽറ്റ് അല്ല, ഈ ഒരു ഗോൾഡ് പോയിരിക്കുന്ന ഗിൽറ്റ് ആണോ,
ഇത് കണ്ടോ, ഞാൻ ഇത്രയും ചിരണ്ടി, കുറേ ചിരണ്ടിയിട്ടും അങ്ങനെ വന്നില്ല. പക്ഷെ നമ്മൾക്ക് ഉപ്പിന്റെ സോൾട്ടിന്റെ അംശം കൂടുതലുണ്ട് നമ്മുടെ ബോഡിയിലെങ്കിൽ ചിലപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഇതിന്റെ ആം ഹോളൊക്കെ കളർ മാറും. നിങ്ങളുടെ മേത്ത് ചിലപ്പം ഇതിന്റെ ഗിൽറ്റ് പിടിച്ചൊക്കെ ഇതൊന്നും ഇല്ലാതെ വരുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഈ കൊടുക്കുന്ന റേറ്റിന് എന്തായാലും വർത്താണ്. നിങ്ങൾക്ക് ഒരു 10 പ്രാവശ്യം അല്ലെങ്കിൽ 20 പ്രാവശ്യം ഇടാനാണെങ്കിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഉപയോഗിച്ചിട്ട് നോക്കിയില്ലല്ലോ, നല്ല രസം ഇത് കാണാൻ. എനിക്ക് ആ കണ്ണാടി നോക്കിയിരുന്നിട്ടേ എനിക്കിത് കണ്ടോ, ഫുൾ ഫുൾ ഇങ്ങനെയാണ് ബ്ലൗസ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ജോയിന്റ്, ഇതിന്റെ ജോയിന്റ് വരുന്നപ്പോൾ ഭാഗത്ത് മാത്രം പ്രിന്റ് പോയിട്ടില്ല. അതാ ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നത്. എന്നാലും അതൊരു എടുത്തറിയത്തോ വൃത്തികേടോ ഒന്നുമില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ ബ്ലൗസ്. പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ഡെസ്പാച്ചിന്റെ കാര്യമാണ്. പിന്നെ ഇതിന് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ക്യാൻസലേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ബ്ലൗസിന്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.